ഹലോ ഗൈസ്, അപ്പോൾ തലേന്നത്തെ ചോറൊന്നും എനിക്ക് കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി ഒരു കപ്പ് ചോറും 2 മുട്ടയും കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്യുക. വീഡിയോ മുഴുവനായും കാണാം. അപ്പോൾ നമ്മളുടെ കുറച്ച് ചിരകിയ തേങ്ങയും ഒരു ഉള്ളി മുറിച്ചതും മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു കപ്പ് ചോറും അതുപോലെ കാശ്മീരി മുളക് പൊടിയും ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനിയാണ് കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ് പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇത്രയും മതിയാവും. ഇനി നന്നായി ആ ചോറിനെ എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക. നന്നായി ഉടച്ചെടുക്കുക. എല്ലാം മിക്സ് ആവുന്ന രൂപത്തിൽ നല്ലോണം ഉടച്ചെടുക്കുക. ഇപ്പം നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം മഞ്ഞയൊക്കെ ഉടച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചോറൊക്കെ ഓൾറെഡി നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അപ്പോൾ നമുക്കതിന് പാൻ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ആ ഒഴിക്കുന്ന വീഡിയോ ഒന്ന് കട്ടായി പോയി, ക്ഷമിക്കണം. പാൻ വെച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്നാക്കി പരത്തി കൊടുക്കുക. കുറച്ച് നേരം മൂടി വെക്കുക. ലോ ഫ്ലെയിമിൽ വെന്ത് വരട്ടെ. ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കാണുന്നതാണ്, നല്ല കട്ടിയുണ്ടത്. പിന്നെ ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റിയാണ് ഈ സാധനം. അപ്പോൾ ചോറ് ബാക്കിയുണ്ടൊക്കെ കളയാൻ നിൽക്കണ്ട. അപ്പോൾ ഇനി 2 മുട്ടയും ചോറും ഉപയോഗിച്ച് ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നിങ്ങൾ നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.